മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്നു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ എന്റെ മുൻപിൽ കാഴ്ചയിടാം ഇത്ര നല്ല ദൈവത്തോട് എന്നു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ എന്റെ മുൻപിൽ കാഴ്ചയിടാം അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ച് പൂങ്കാവ്. ഇത് ആലപ്പുഴയിൽ പൂങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയാണ്. പൂങ്കാവ് പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. പെസഹ നേർച്ചയാണ്. പക്ഷേ എല്ലാ പള്ളികളിലും പെസഹ ഉണ്ടെങ്കിലും പൂങ്കാവ് പള്ളിയിൽ അതൊരു പ്രത്യേകതയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കർത്താവിൻ്റെ സ്വരൂപത്തിൽ ഭയങ്കര അത്ഭുത ശക്തിയാണ്. ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഞങ്ങളുടെ സഹായിക്ക് ഇവിടെ വരുന്നത്. ഓരോരുത്തരുന്ന നേർച്ചകൾ അവർക്ക് ഭരിച്ചതിന് ശേഷം അവർ വന്നിടുന്ന വിളക്കുകളാണ്. ആ വിളക്കുകളാണ് ഈ അത്ഭുതം ജീവദാതാവുമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇന്ത്യയിലെന്ന് തന്നെ പറയാം. പല ഭാഗത്തു നിന്നും ആൾക്കാരിവിടെ വരുന്നത്. ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനം മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൾക്കാർ എണ്ണയും തിരിച്ചറിയുന്നു. വിളക്കൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഇരുന്ന് കത്തിച്ച് പ്രാർത്ഥിച്ചു പോകും. പ്രാർത്ഥിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഫലസിദ്ധി ലഭിക്കുന്ന ഒരു പള്ളിയാണിത്. അതുപോലെ തന്നെ ഇവിടെ പല്ല് നേർച്ചയായിട്ട് അരി കൊണ്ടുവന്ന് കൈകാലി കഴപ്പ്, അതുപോലെ തന്നെ കരിപ്പ്, വേദന, അങ്ങനത്തെ അസുഖങ്ങൾക്ക് നേർച്ചയുണ്ട്. ഈ തേങ്ങയൊക്കെ ഇവിടെ ഉപയോഗിച്ച് കഞ്ഞി വെച്ച് വെള്ളിയാഴ്ച കഞ്ഞി സൽക്കാരമുണ്ട്. ആർക്ക് വേണമെങ്കിലും നമുക്ക് കഞ്ഞി വാങ്ങിച്ച് കുടിക്കാം. പത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. അതിന് തേങ്ങയൊക്കെ ചിരകിയിട്ട് കൊടുക്കുന്നതും പിന്നെ അവിടെ വന്ന് സഹായിച്ച് കൊടുക്കുന്നതൊക്കെ നേർച്ചയായിട്ട് ആൾക്കാർ ചെയ്യാറുണ്ട്. കുറേയൊക്കെ ആൾക്കാർ കൂടുതൽ സ്ഥലത്തു നിന്നൊക്കെ വരുന്നതിൽ കൊണ്ടുവന്ന് അന്ന് ദുഃഖവെള്ളിയാഴ്ച വരുന്ന എല്ലാവർക്കും ആ കഞ്ഞി എന്ന് പറയുന്നത് അത് ഒരു അത്ഭുത കഞ്ഞിയാണ്. നമുക്ക് എന്ത് തന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവർ അതൊരു വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി വന്ന് കഞ്ഞി വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് സൗഖ്യം ലഭിക്കുന്നുവെന്നാണ് ഇവിടെയുള്ളവരെല്ലാം പറയുന്നത്. ഇപ്പം ഇതും അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പള്ളിയെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചും അറിയപ്പെടാത്തവർ ഒത്തിരി പേരുണ്ട്. അവർക്കായിട്ടാണ് എൻ്റെ വീഡിയോ ഡെഡിക്കേറ്റ് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. കേരളത്തിൽ ഒരു പള്ളിയിലും ഇങ്ങനെയില്ല. ഒരു പള്ളി എല്ലായിടത്തും പെസഹ ആഘോഷിക്കുമെങ്കിൽ വിളക്കിട്ട് നേർച്ച നേരം വിളക്കുന്നത് ഇങ്ങനെ ആൾക്കാരുകൾ ഈ വിളക്കുകൾ ഒരു പള്ളി മുറ്റം മുതൽ കുരിശടി വരെയുണ്ട്. അതെത്ര നിരയായിട്ട് ഓരോ വർഷവും ആൾക്കാർ പ്രാർത്ഥിക്കുന്നതും ഫലിക്കുന്നതും നേർച്ച ഇങ്ങനെ കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയോ
ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. ടൈമർ അല്ലേ? നിത്യജീവന്റെ സഭത്തിലേക്കുള്ള യാത്രയാണ്. പാദം കഴുകലിന്റെയും പാപം പൊറുക്കലിന്റെയും കുറിച്ച് വിളമ്പലിന്റെയും ഈ ദിനത്തിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ നല്ല തമ്പുരാനെ, നീ കുറിച്ച് നൽകിയതുപോലെ അവരെന്റെ നന്മയ്ക്കായി മുറിയപ്പെടാനും നീ സ്നേഹിച്ചതുപോലെ പരിമിതികളില്ലാതെ സ്നേഹിക്കാനും നീ ചെറുതായതുപോലെ സ്വയം ചെറുതാകാനും അങ്ങനെ നിന്റെ പരിശുദ്ധ കുർബാനയിൽ ജീവിതം ചേർത്ത് വയ്ക്കാനും എളിയവരായ ഞങ്ങളെ അനുഗ്രഹിക്കണം.